പല്ലുപോയ സിംഹം എന്ന് എഴുതി കണ്ടു. സന്തോഷം. അധികം പല്ല് വേണ്ട. പല്ലില്ലെങ്കിലും നൊണ്ണുകൊണ്ടും കടിക്കാം, നഖമില്ലെങ്കിലും കൈവിരൽ കൊണ്ടടിക്കാം. നിങ്ങൾ ഓർക്കേണ്ടുന്നത്, നിങ്ങളുടെ പാർട്ടി എന്നെ കൊല്ലാൻ 3 വണ്ടി ബോംബെറിഞ്ഞ് തകർത്തവരാണ് നിങ്ങൾ. ഞാൻ യാത്ര ചെയ്ത 3 കാർ. ഞാൻ മരിച്ചിട്ടില്ലടോ, അത് മേലെന്ന് നിശ്ചയിക്കണം. ആ 12 തവണ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അതിലേറ്റവും ഭീകരമായ 3 ആക്രമണമാണ് 3 കാർ. ഞാൻ സഞ്ചരിച്ച 3 കാർ ബോംബെറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കിയിട്ടും എന്റെ രോമം പോയിട്ടില്ല മക്കളെ. എനിക്കെന്തിനാ പല്ല്? പല്ലുകൊണ്ടല്ലോ ഞാൻ ആ ബോംബ് തകർത്തത്, അല്ലെ ബോംബ് പിടിച്ചത്, അല്ലെങ്കിൽ ബോംബ് തടഞ്ഞത് അല്ല. ഞാൻ ഒരു കാര്യം CPM-ന്റെ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല. ഞങ്ങൾ അങ്ങനെ കാണുന്നുമില്ല. നിങ്ങൾ അങ്ങനെ കാണുന്നു എങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് ഇതുപോലൊരു പൊതുയോഗം വെച്ച് നിങ്ങൾ ആണുങ്ങളെ പോലെ സംസാരിക്കണം. നാട്ടുകാരോട്, ജനങ്ങളോട് നിങ്ങൾ പറയണം, ഇന്ന കാരണം കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ എതിർക്കുന്നത്, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾ അവരോട് പറയണം, പബ്ലിക്കോട് പറയണം. ഞങ്ങൾ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇവിടെ പഴയ നാടാണോ ഈ നാട്? എന്നതിന്റെ പേര് മലപ്പട്ടം. പഴയ മലപ്പട്ടാണോ ഇവിടെ? പഴയ മലപ്പട്ടത്ത് ഇവിടെ കോൺഗ്രസിന്റെ കൊടിയും കോൺഗ്രസിന്റെ പ്രവർത്തനവും എത്രയുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അന്ന് ഞാൻ ഇവിടെ വന്നു പോകാറുണ്ട്. പക്ഷേ ഇപ്പൊ ഇവിടെ എന്താ സ്ഥിതി? ഒന്ന് CPM ഓർക്കണം, ഞങ്ങൾ ഇവിടെ വളരെയാണ്. CPM-നെ കൊട്ടക്കൊത്തലങ്ങൾ ഓരോന്ന് ചവിട്ടി ഒതുക്കി ഞങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനം ഈ നാടിൽ വളരുകയാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഞങ്ങളെ ഒതുക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഈ നാടിന്റെ ജനാധിപത്യ മതേതര സംരക്ഷണത്തിന്റെ നെടുങ്കോട്ടയാണ്. ആ നെടുങ്കോട്ടയെ ആഗ്രഹിക്കുന്ന കോടാനുകോടി ഇന്ത്യക്കാർ നെഞ്ചിലേറ്റിയ പ്രസ്ഥാനമാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിണറായി വിജയന്റെ നെഞ്ചിൽ കയറി ഇരുന്നവരല്ല അവരാരും. എത്ര പേരുണ്ട് നിങ്ങളോടൊപ്പം ഇന്ത്യ രാജ്യത്ത്? നിങ്ങൾ എത്ര നേതാക്കന്മാർ നിങ്ങളെ ആകർഷിക്കുന്നു, നിങ്ങളെ ഏറ്റെടുക്കുന്നു? പരിശോധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പിണറായി വിജയൻ ഭരിക്കുന്നു ഇവിടെ. എന്ത് കുന്താണ്, എന്ത് കൊടച്ചക്രാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് CPM-കാർക്ക് വല്ല ബോധ്യമുണ്ടോ? പാർട്ടിക്കകത്ത് നടക്കുന്ന വാക്കുതർക്കങ്ങൾ നിങ്ങൾക്കറിയോ? പിണറായി വിജയന് എത്ര പിന്തുണയുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ 1.5 ലക്ഷം വോട്ടിനാണ് പിണറായി വിജയന്റെ നാട്ടിൽ ഞാൻ വിജയം കണ്ടെത്തിയത്. ശ്രീ ഗോവിന്ദൻ മാഷിയുടെ മണ്ഡലത്തിൽ 8000 വോട്ടിന്റെ ഭൂരിപക്ഷം, പിണറായി വിജയന്റെ മണ്ഡലത്തിൽ എനിക്ക് 6000 വോട്ടിന്റെ ഭൂരിപക്ഷം. അത്ര ആരാ വോട്ട് ചെയ്തത്? അവിടെ സഖാക്കളാണ് വോട്ട് ചെയ്തത്. എനിക്ക് സഖാക്കൾ വോട്ട് ചെയ്യുന്ന കാലമാണ് ഈ കാലം എന്ന് പറയുമ്പോ മാറ്റങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് വരും കാലങ്ങളിൽ പെട്ടെന്നുണ്ടാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടുത്തെ CPM-കാർ ഉൾക്കൊള്ളുന്നത് നല്ലത്. ഞങ്ങളെ ഭയപ്പെടുത്തി ഞങ്ങളെ ശ്രമിക്കാൻ, നമ്മൾ തകർക്കാൻ നിങ്ങൾ നോക്കണ്ട, അല്ലെ നിശബ്ദരാക്കാൻ നിങ്ങൾ നോക്കണ്ട. ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കം വേണ്ട, ഒരു സംശയവും വേണ്ട. നിങ്ങൾക്കതിന് പേടിയുമില്ല. നിങ്ങളോട് കളിക്കാനും നിങ്ങളെ കളിപ്പിക്കാനും നമുക്കൊരു ഭയപ്പാടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളെ മുമ്പിൽ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.